നമസ്കാരം. ജീവൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബഹ്റിൻ റോഡ് ഷോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം പതിപോലെ ഞാൻ പാർവതി വിജയ്. ബഹ്റിൻ റോഡ് ഷോയിൽ ഇന്നാദ്യം വാർത്തകളും വിശേഷങ്ങളുമായി ബഹ്റിൻ ദിസ് വീക്ക്. അന്താരാഷ്ട്ര ട്രാവൽ എക്സ്പോ മെയ് 14 മുതൽ 16 വരെ നടക്കും. ട്രാവൽ ടൂറിസം മേഖലയിലെ ഏറ്റവും പുതിയ അറിവുകളും പ്രവണതകളും പങ്കുവയ്ക്കുന്ന അന്താരാഷ്ട്ര ട്രാവൽ എക്സ്പോ കിരീടാവകാശിയും സാമ്പത്തിക വികസന ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. 40ഓളം രാജ്യങ്ങളിൽ നിന്നും 100ഓളം പ്രദർശകർ അന്താരാഷ്ട്ര ട്രാവൽ എക്സ്പോയിൽ പങ്കെടുക്കുമെന്ന് സംഘടനകൾ പ്രതീക്ഷിക്കുന്നു. അന്താരാഷ്ട്ര പ്രശസ്തരായ സംഗീത ട്രൂപ്പുകളുടെയും നൃത്ത സംഘങ്ങളുടെയും പരിപാടികളും എക്സിബിഷനിൽ ഉണ്ടായിരിക്കും. 23 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബാലൻ പയ്യന്നൂരിനും ഭാര്യ ശാരദ ബാലനും സംഘടനകളും വ്യക്തികളും ചേർന്ന് യാത്രയയപ്പ് നൽകി. സൂര്യ ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളൈ, ഇന്ദിരാഗാന്ധി സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് ജോർജ് മാത്യു, ചിന്മയ സൊസൈറ്റി പ്രസിഡന്റ് വിജയകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ബാലൻ പയ്യന്നൂരിന് യാത്രയയപ്പ് നൽകിയത്. ബഹ്റിൻ മാർത്തോമ പാരിഷ് ഗായക സംഘം ഈസ്റ്റർ സംഗീത സായാഹ്നം സംഘടിപ്പിച്ചു. മനാമ NEC ചർച്ചിൽ നടന്ന പരിപാടിയിൽ CSI കൊയർ, സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ കൊയർ എന്നീ ചർച്ച് കൊയറുകൾ ചടങ്ങിൽ പങ്കെടുത്തു. CSI ചർച്ച് വികാരി ഫാദർ സുമോസ് സി ചെറിയൻ ഈസ്റ്റർ സന്ദേശം നൽകി. കാസർഗോഡ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിഷുദിനാഘോഷം സംഘടിപ്പിച്ചു. മനാമ അനാറസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി A അജയ്കുമാർ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ അൽഹിലാൽ ഹോസ്പിറ്റൽ CEO ഡോക്ടർ സായി ഗിരിധർ, കാസർഗോഡ് അസോസിയേഷൻ അംഗങ്ങൾക്കായുള്ള അൽഹിലാൽ മെഡിക്കൽ പ്രിവിലേജ് കാർഡുകളുടെ ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് K രാമചന്ദ്രന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയിൽ കഴിഞ്ഞ 24-ന് ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. ജോലിക്ക് ഹാജരാകാത്ത 27 തൊഴിലാളികളുടെ ലിസ്റ്റ് LMRA ഇന്ത്യൻ എംബസിക്ക് കൈമാറി. സാമൂഹിക സംഘടനകൾ ICRF, ICF എന്നീ സംഘടനകൾ വഴി ഇവരെക്കുറിച്ച് വിവരം ശേഖരിച്ച് LMRAക്ക് നൽകാൻ നടപടി തുടങ്ങിയതായി ഫസ്റ്റ് സെക്രട്ടറി A അജയ്കുമാർ ഓപ്പൺ ഹൗസിന് ശേഷം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 30 ദിവസത്തിനകം ഹാജരാകാത്ത ജോലിക്കാരെ റണ്ണവേ എന്ന ഗണത്തിൽപ്പെടുത്തി നാട്ടിലേക്ക് അയക്കാൻ തീരുമാനമായെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത ഓപ്പൺ ഹൗസ് മെയ് 29-നാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ദക്ഷിണേന്ത്യൻ രുചികൾക്കൊപ്പം സംഗീതത്തിന്റെ സമൃദ്ധമായ ചേരുവയുമായി ജുഫൈറിലെ ഗാർഡൻ റെസ്റ്റോറന്റ് വ്യത്യസ്തമായ ഭക്ഷ്യമേളയൊരുക്കുന്നു. 30 മുതൽ 2 ആഴ്ച നീളുന്ന മലബാർ ഭക്ഷ്യമേളയിൽ കേരള വിഭവങ്ങളാണ് മുഖ്യ ആകർഷണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഗാർഡൻ റെസ്റ്റോറന്റ് ഡയറക്ടർ അബ്ദുൾ ഗഫൂർ കലായിൽ അറിയിച്ചു. എല്ലാ ദിവസവും ഗായകൻ മെഹബൂബിന്റെ സംഗീത വിരുന്ന് മേളയ്ക്ക് മാറ്റുകൂട്ടും. 75% കേരള വിഭവങ്ങളായിരിക്കും മേളയെ അലങ്കരിക്കുക. ദക്ഷിണേന്ത്യൻ വിഭവങ്ങളടങ്ങിയ പ്രശസ്തമായ സദ്യയാണ് മേളയുടെ പ്രധാനമായ ആകർഷണം. മേളയ്ക്ക് ശേഷവും സദ്യ പ്രത്യേക ഇനമായിരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ ഗഫൂർ അറിയിച്ചു. ദക്ഷിണേന്ത്യൻ വിഭവങ്ങളുടെ രാജകുമാരൻ പാചക വിദഗ്ധൻ കബീർ ഭക്ഷ്യമേളയ്ക്കെത്തും. കുറഞ്ഞ വരുമാനക്കാർക്കും കുടുംബങ്ങൾക്കും കേരള വിഭവങ്ങൾ ലഭ്യമാക്കുകയാണ് മേളയുടെ പ്രത്യേക ലക്ഷ്യം. The Garden Group is one of the biggest restaurant chain in the Gulf region and promoting mainly Indian cuisine. We claim that we are the ambassador of Indian cuisine. അമ്മയുടെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും പകരം വയ്ക്കുവാൻ ഞങ്ങൾക്കാവില്ല. എങ്കിലും ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് സേവനത്തിൻ്റെ കാഴ്ചപ്പാടുമായി സ്വാന്തനത്തിൻ്റെ ഒരു സ്നേഹസ്പർശം പോലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom of Bahrain. ബഹ്റിൻ റോഡ് ഷോയിൽ അടുത്തതായി ഫസ്റ്റ് എയ്ഡ്. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡിൽ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായി എത്തിയിരിക്കുന്നത് ബഹ്റിനിലെ അൽഹിലാൽ ഹോസ്പിറ്റലിലെ ENT കൺസൾട്ടന്റായ ഡോക്ടർ സാബു സാമുവലാണ്. ഏവർക്കും സ്വാഗതം ഫസ്റ്റ് എയ്ഡിലേക്ക്. ഡോക്ടർ, ശബ്ദത്തിൽ കണ്ടുവരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ഫ്ലൈബിൾ ഇലാസ്റ്റിക് ബാൻഡ് പോലിരിക്കുന്ന സാധനമാണ്. കോഡ് അത്. ദാറ്റ്
കോട്ട് അതിൽ ഉള്ള സ്ട്രെയിനുണ്ട് വോയിസ് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ വരുന്നത്? അത് ചെറിയ പരക്കളുണ്ടാവും, അല്ലാതെ സ്ട്രെച്ചസ് ഉണ്ടാവും, അങ്ങനെ സ്വരം മാറും. അപ്പോൾ ഈ വോയിസ് അബ്യൂസ് പറഞ്ഞ് ഇറ്റ്സ് നോട്ട് വൺ ടൈം എപ്പിസോഡ്, റിപ്പീറ്റഡ് എപ്പിസോഡ്സാണ് ഈ സ്വരം കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അങ്ങനെ ഈ സ്വരം മാറും. പിന്നെ ഫുഡ് കോസസ്, പിന്നെ കോൾഡ് ഫുഡ്, പിന്നെ ഹോട്ട് എൻവയൺമെൻറ്റ് നമ്മൾ വന്നിട്ട് ഉടനെ വന്ന് അല്ല തണുത്ത വെള്ളം കുടിക്കുക, കോൾഡ് വാട്ടർ കുടിച്ച ഉടനെ ദാറ്റ് ക്യാൻ എഫക്റ്റ് യുവർ വോയിസ് സിസ്റ്റം. സോ ദാറ്റ് ഷുഡ് ബി നോട്ട് അറ്റ് ഓൾ, ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. യൂഷ്വലി ഒരു നോർമൽ ടെമ്പറേച്ചർ വാട്ടർ നമ്മൾ പ്രിഫറബിളി സിപ്പ് ചെയ്യുന്ന നല്ലത്. പിന്നെ ഇറിറ്റേറ്റീവ് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്, സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ഓയിലി ഫുഡ് ഐറ്റംസ് ക്യാൻ കോസ് ഇറിറ്റേഷൻ ടു യുവർ ലാരിങ്സ്, വിച്ച് ക്യാൻ കോസ് ഓവർ ദ ടൈം വോയിസ് പ്രോബ്ലം. പിന്നെ ആസിഡിറ്റി പ്രോബ്ലം ഡ്യൂ ടു ഇംപ്രോപ്പർ ഈറ്റിംഗ് ഫാറ്റി ഫുഡ്, ദാറ്റ് ക്യാൻ കോസ് അഗെയിൻ ലാരിഞ്ചൽ പ്രോബ്ലംസ് ഇൻവാലബിളി ടു ദ വോയിസ് ഡിസ്റ്റർബൻസ്. മൂക്കിൽ നിന്ന് വരുന്ന ഈ ബ്ലീഡിംഗ് പ്രോബ്ലം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് തിങ് ഇസ് വി ഹാവ് ടു ഒരു പ്രിലിമിനറി ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻ്റ് എന്തൊക്കെ കോസസ്, അതിൻ്റെ കാരണം എന്തോ, അതെന്തൊക്കെ ചെയ്യാനുള്ള കാരണങ്ങൾ, മെഡിക്കേഷൻ എടുക്കുക. പിന്നെ ഈ എൻവയൺമെൻറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പോസ് എൻവയൺമെൻറ്റ് ഞങ്ങൾ പറയാറുണ്ട്, ഡോണ്ട് കീപ് യുവർ നോസ് ഏരിയ ഡ്രൈ. അപ്പോൾ ഇറ്റ്സ് ഈസിലി അവൈലബിൾ ഈ സലൈൻ ജെൽസ് ഉണ്ട്, വിച്ച് ആർ സ്മോൾ ട്യൂബ് ജെൽസ്. പേഷ്യൻസിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് ഫ്രീക്വൻ്റ് അപ്ലൈ ചെയ്യാൻ. ദാറ്റ് വിൽ പ്രിവെൻറ്റ് ഡ്രൈനെസ് അല്ലെങ്കിൽ ക്രസ്റ്റിംഗ്. മൂക്കിനാൽ ഈ പറ്റ വറക്കം ചിലപ്പോൾ സ്വഭാവമുണ്ട്, ദാറ്റ്സ് നോട്ട് നൈസ്. നോസ് പിക്കിംഗ് പറയും, ഇറ്റ്സ് വെരി ബാഡ് ഹാബിറ്റ്. അതുകൊണ്ട് ഞങ്ങൾ പറയാറുണ്ട് ഡോണ്ട് എവർ പുട്ട് യുവർ ഫിംഗർ ഇൻസൈഡ് നോസ്. സെക്കൻഡ് തിങ്, ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ബ്ലീഡിംഗ് ഉള്ള ഹിസ്റ്ററി ഞങ്ങൾ പറയാറുണ്ട്, യു ക്യാൻ അപ്ലൈ ദിസ് ജെൽ ഇൻസൈഡ് നോസ് 2 times a day or 3 times a day and there's no harm. അങ്ങനെ സൈഡ് എഫക്റ്റ് ഇല്ല ഇതിന്. അൺലെസ് ഒരു പേഷ്യൻറ്റിന് സ്പെസിഫൈ ചെയ്തിട്ട് അത് ഇറിറ്റബിലിറ്റി നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് വേറെ ജെൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്പ് ജെൽസ്. സോ സെലൈൻ ജെൽ ഇസ് ദ സേഫസ്റ്റ് തിങ് വി അഡ്വൈസ് ടു മോസ്റ്റ് പേഷ്യൻസ്. അങ്ങനെ ഒരു ദോഷമില്ല അപ്ലൈ ചെയ്യുന്നത്. ഡോക്ടർ, ജനറലായിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണല്ലോ തലചുറ്റൽ. സാധാരണ അവർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. തലചുറ്റ് പറഞ്ഞ ഒരു അസുഖം ഇവിടെ ഒരു ഫ്രീക്വൻറ്റ് പ്രോബ്ലം നമ്മൾ കാണാറുണ്ട്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ ന്യൂ ഡിസോർഡർ. നേരത്തെ ഇങ്ങനെ ഉണ്ട്, എന്നാലും കാണാറുണ്ട്. ദിവസം വി സി അറ്റ്ലീസ്റ്റ് 5 to 7 patients per day in each department. എന്നാലും ഇതൊരു എമർജൻസി ആയിട്ട് ചിലവരോട് വരുന്നത്. തീരെ ഒരു വ്യക്തി രാവിലെ ഉറങ്ങി എണ്ണീക്കുമ്പോൾ അല്ല ജോലി സമയത്ത് പോകുമ്പോൾ കൊളാപ്സ് ചെയ്യും, തലകറക്കായിട്ട് വരും. അത് പല കണ്ടീഷനുകളുണ്ട്. ENT സെക്ടറിൽ തലകറക്കം വെർട്ടൈഗോ പറയും. അത് നമുക്ക് ബാലൻസ് കിട്ടില്ല. ഉടനെ പേഷ്യൻ്റ് താഴോട്ട് വീടും ഒരു സൈഡിലോട്ട് എഴുന്നേക്കാൻ പറ്റില്ല, റൂമെല്ലാം കറങ്ങുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ചിലർക്ക് ഛർദ്ദിക്കാൻ തോന്നും, പിന്നെ വേർക്കും, ചെവിയിൽ മൂളക്കങ്ങൾ വരും. അങ്ങനെ ഒരു അർജൻറ്റ് വയലൻറ്റ് സിറ്റുവേഷനിലാണ് പേഷ്യൻ്റ് ഇരിക്കുന്നത്. ഇത് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഇതിനുള്ള എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഉടനെ കൊടുക്കും ബൈ മെയിൻറ്റെയിനിങ് ദ ഫ്ലൂയിഡ് സപ്ലിമെൻറ്റേഷന്, പിന്നെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ബൈ ഇഞ്ചക്റ്റബിൾ മെഡിസിൻസ് കൊണ്ട് പേഷ്യൻറ്റിനെ കംഫർട്ട് ചെയ്യാൻ വേണ്ടി ആൻഡ് റിലാക്സ് ചെയ്യും. പിന്നെ വി ഡു അതർ അസസ്മെൻറ്റ്. കാരണം പലർക്കും വെറും ചെവിയുടെ മാത്രം വരില്ല, മറ്റ് അസുഖങ്ങൾ കാണും. ഈവൻ ഡ്യൂ ടു ബ്ലഡ് ഷുഗർ പ്രോബ്ലംസ്, ബ്ലഡ് ഷുഗർ താഴെ ഡെപ്പിയാൽ ദാറ്റ് ഈസ് യുവർ blood levels are down, then when your blood pressure is very high or when it's very low, so you can cause അടുത്ത കണ്ടീഷൻ പറഞ്ഞാൽ ചെവിയിലൊരു ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. യൂഷ്വലി ഒരു വൈറൽ ഇൻഫെക്ഷൻ, സിമ്പിൾ കോൾഡ് ഫ്ലൂ വന്നാൽ ചിലർക്ക് തലകറക്കം പിന്നീട് വരാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും ഇല്ല, ബട്ട് ദെർ ആർ കേസസ്. ആൻഡ് അത് വെസ്റ്റിബിൾ ന്യൂറൈറ്റീസ് പറയും. അത് നമ്മുടെ ലാബിറിൻ്റെ ഓർഗൻ ഉണ്ട്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇങ്ങനൊരു വ്യക്തി സിവിയർ ഡിസ്കംഫോർട്ട് കാണും. ആൻഡ് അതിൻ്റെ ഒരു മേജർ പ്രോബ്ലംസ് പേഷ്യൻ്റ് ആർ ഹാപ്പൻസി. കാരണം ഇതൊരു വല്ലാത്തൊരു ഡിസ്കംഫർട്ടബിൾ സിറ്റുവേഷനാണ്. അത് നമ്മൾ ഈവൻ വെൻ വി സ്റ്റാർട്ട് മെഡിക്കേഷൻ ദ പ്രോബ്ലം ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി സെറ്റിൽ, ഇറ്റ് ടേക്സ് സം ടൈം. കാരണം ഇറ്റ്സ് ഓൾ റിലേറ്റഡ് ടു ദ ന്യൂറോൺസ് സെൽസ്, നമ്മുടെ നെർവ് സെൻറ്റേഴ്സിൽ എഫക്റ്റഡ് ആവുന്നത്.